മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് 2854 പേർ. 1.5 കിലോ MDMA-യും 154 കിലോ കഞ്ചാവും പിടികൂടി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അനന്തൻ, ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിനെ തുടർന്ന് ചുരുങ്ങിയ ദിവസത്തിനുള്ളിലാണ് ഇത്ര അധികം പേർ അറസ്റ്റിലാവുന്നത്. അതിനർത്ഥം ഇതിലേറെ പേർ ഇപ്പോഴും ഈ മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്ന വിൽപ്പനയും അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ്. ഇത് ശക്തമാക്കാൻ തന്നെയാണോ നടപടികൾ മുന്നോട്ട് പോകുന്നത്? സമീപകാലത്ത് കേരളത്തിൽ നടന്ന യുവാക്കളും കൗമാരക്കാരും ഉൾപ്പെട്ട അക്രമ സംഭവങ്ങൾക്ക് ലഹരി ഒരു സ്വാധീനമായിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാമിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഡി ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപക പരിശോധന നടന്നത്. 22-ാം തീയതി മുതൽ ഇന്ന് രാവിലെ വരെ ഏതാണ്ട് 9 ദിവസം നീണ്ട ഡ്രൈവാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നത്. ഇതിൽ സ്ഥിരം ലഹരി വിൽക്കുന്ന ആൾക്കാരും കേസിൽപ്പെട്ട ആൾക്കാരെയും ഒക്കെ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷം 17,246 പേരെയാണ് പരിശോധനയ്ക്ക് ഈ റെയ്ഡിന്റെ ഭാഗമായി വിധേയമാക്കിയത്. ഇതിൽ ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും നടത്തിയ 2854 പേരെ പോലീസ് ഈ പ്രത്യേക പരിശോധനയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2762 കേസുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം സംസ്ഥാനത്ത് എത്രത്തോളം ലഹരിയുടെ ഉപയോഗവും ലഹരിയുടെ വിൽപ്പനയും വ്യാപകമായിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. 1.5 കിലോ MDMA ആണ് ഈ പ്രത്യേക പരിശോധനയിൽ പിടിച്ചെടുത്തത്. 153.56 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഹാഷിഷ് ഓയിൽ 18.15 ഗ്രാം, ബ്രൗൺ ഷുഗർ 1.855 ഗ്രാം, നൈട്രോസെപ്പാം ടാബ്ലറ്റുകൾ 48 എണ്ണം പിടികൂടിയിട്ടുണ്ട്. ആൽപ്രസോളം ടാബ്ലറ്റ് 54 എണ്ണവും ഹെറോയിൻ 13.6 ഗ്രാമുമാണ് പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിടികൂടിയിട്ടുള്ളത് MDMA തന്നെയാണ്. നമുക്കറിയാം, സമീപകാലത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി സിന്തറ്റിക് ഡ്രഗായ MDMA-യുടെ വ്യാപനം കുട്ടികൾക്കിടയിൽ അടക്കം വ്യാപകമായിട്ടുണ്ട്. ഏതായാലും ഈ പരിശോധന ഇനിയും തുടരും, ഡി ഹണ്ട് പരിശോധന ഇനിയും തുടരും എന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് അറിയിക്കുന്നത്. മോത്തി. ശരി അനന്തൻ. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.